സത്യം പറഞ്ഞാ നിലയെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ കൂടെ തന്നെ താമസിപ്പിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ അമ്മയും പറയാറുണ്ട്, നിലയ്ക്കുള്ള ആ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ ചെറുപ്പത്തിലെ എനിക്കും ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, നില വളരെ വേഗം തന്നെയാ എൻ്റെ അടുത്ത് കണക്ട് ആയത്. അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനും അങ്കിളിനോട് നല്ല കണക്ട് ആയി അങ്കിൾ. ആ അറിയാം. കണക്ഷൻ ഞാൻ കട്ട് ചെയ്തേക്കാം. ഇനി സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് ആണെങ്കിൽ നേരെ എന്റെ വീട്ടിലേക്ക് വന്നേക്കണം. അതിൽ യാതൊരു മാറ്റവും. എന്താ നില, എന്താ നോക്കുന്നത്? നിന്റെ അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? ശനിയാഴ്ച ഞായറാഴ്ചയും ഉറപ്പായിട്ടും ചെല്ലാന്ന് പറ. അയ്യോ, ഞാനൊരു മണ്ടി. കവിന്റെ അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? വരാന്ന് പറ മോളെ. ഉറപ്പായിട്ടും ഞാൻ വരാം അങ്കിൾ. അച്ഛാ, ഇവൾക്ക് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റൂ, അല്ലാതെ എപ്പോഴൊന്നും വരാൻ പറ്റില്ല. ചുമ്മാ ഇരിക്കടാ. അല്ല മോന് വിരോധം അല്ലെങ്കിൽ കവിനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോട്ടെ. ഏയ്, എപ്പോ വേണേലും കൂട്ടിക്കൊണ്ട് വെക്കൂ. ഇതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല, അല്ലടാ. ഞാനിതിനോട് പോണം, ഞാനവിടെ ഒന്നും പോവില്ല. മോനെ ആഗ്രഹം കൊണ്ട് വിളിക്കുന്നല്ലടാ, പോയിട്ട് വാടാ. ഞാൻ നിങ്ങളോട് വരുത്തൊന്നുമില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കച്ചാ. ഞാൻ പറയുന്ന അനുസരിക്കില്ലല്ലോ നീ. ഇപ്പോ നിലയെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോ അവിടെ സന്തോഷത്തോടെ വന്നില്ലേ? ജോളിയായിരുന്നു, സന്തോഷമായിട്ട് സമയം ചെലവഴിച്ചില്ലേ? അതേപോലെ അവരുടെ വീട്ടിലേക്ക് നിന്നെ വിളിക്കുമ്പോ നീയും സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലണോടാ. ഇതിലെന്താ പ്രശ്നമുള്ളത് നിനക്ക്? എനിക്ക് അവിടെ പോവാൻ ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പറയില്ല എന്റെ പേരക്കുട്ടി. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, എന്റെ ദേവിയാനി മുത്തശ്ശിക്ക് മാത്രമേ എന്നെ പേരക്കുട്ടി എന്ന് വിളിക്കാൻ പാടുള്ളൂ, വേറെ ആരും വിളിക്കാൻ പാടില്ല. ഓ ശരി. ഓവറായിട്ട് സംസാരിച്ച അടി വാങ്ങും നീ എന്റെ കയ്യിൽ നിന്ന്. അച്ഛാ, അച്ഛൻ എപ്പോഴും നിലയ്ക്കാ സപ്പോർട്ട് കൊടുക്കുന്നേ, എനിക്കത് ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെയൊന്നും ഇല്ലടാ, നിനക്ക് അങ്ങനെ തോന്നുന്നതാ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വളരെ ഈക്വൽ ആയിട്ടാ കാണുന്നത്. വിക്രം തന്റെ രണ്ടു മക്കളെയും ഒരുപോലെ കാണുന്നെന്ന് പറഞ്ഞത് കേട്ടപ്പോ മനസ്സിൽ തന്നെ ഒരു ആശ്വാസം. അമ്മേ, നിങ്ങൾ കാറിലേക്ക് കയറ്. നമുക്ക് കവിനെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ജോളി, വിക്രമംഗളം എന്റെ വീട്ടിലേക്ക് വരുമല്ലോ. അയ്യോ, കവിനെ മാത്രം വിളിച്ചപ്പം വിക്രമം കൂടി വരുവാണല്ലോ. എന്തേലാവട്ടെ, വിജി കടയിന്ന് വരുന്നതിന് മുമ്പ് ഇവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറഞ്ഞു വിട്ടേക്കാം. അയ്യോ, വിജി എന്തിന് ഈ സമയത്ത് വിളിക്കുന്നേ? ഇനി എന്ത് കുരിശാണോ? പറമോളെ. അമ്മ, സമയായി. മോളെ കൂട്ടിക്കൊണ്ടു വന്നോ? ഞാൻ സ്കൂളിലുണ്ട് മോളെ. ഞങ്ങളിതാ ഇപ്പൊ ഇറങ്ങുവായി. മുത്തശ്ശി ഫോണിൽ അമ്മയാണോ? ഒന്നിങ്ങ തന്നെ. അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയോ? കവിരും കവിന്റെ അച്ഛനും ഇല്ലേ, അവര് രണ്ടുപേരും നമ്മുടെ വീട്ടിലേക്ക് വരുക. ഓ ആണോ? അതെ അമ്മേ, കവിനത് ഇഷ്ടല്ലായിരുന്നു. അപ്പൊ കവിന്റെ അച്ഛനാണ് അവനെയും കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വീട്ടിലേക്ക് പോവാ. ഞങ്ങളിപ്പോ കവിന്റെ അച്ഛന്റെ വണ്ടി കേറിട്ടാ വീട്ടിൽ പോണേ. അമ്മ എങ്ങനെയെങ്കിലും അവിടുന്ന് പെർമിഷൻ വാങ്ങി വീട്ടിലേക്ക് വരണേ പ്ലീസ്. നീല, ഫോൺ ഇങ്ങോട്ട് തന്നെ, അമ്മോട് സംസാരിക്കും. നീ ജോലി ഇട്ടിട്ട് വേഗം വരുമെന്ന് വേണ്ട, ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി നോക്ക്. നേരത്തെയൊക്കെ ഇറങ്ങി പോരേണ്ടി വന്നാ പിന്നെ ലാവണ്യയുടെ മുഖം കാണേണ്ടി വരും. അമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ മോളെ നന്നായിട്ട് ശ്രദ്ധിച്ചതല്ലേ അവര്? നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഞാനവിടെ ഉണ്ടാവേണ്ടതല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? അമ്മേ, ഞാൻ എന്തായാലും വരും. അമ്മ ഫോണ് വെക്കും. ഇവളെന്താ കട്ട് ചെയ്തല്ലോ. അമ്മേ, വണ്ടിയിലേക്ക് കയറ്. മുത്തശ്ശി, വാ പോവാം. അയ്യോ, ഇവരിപ്പോ ദേ വീട്ടിലേക്ക് വരാൻ നിൽക്കുന്നു. വിജിയാണെങ്കിൽ ദേ അവളും വരാൻ പോകുന്നു. ഈ സമയത്തെങ്ങാനും രണ്ടുപേരും കാണേണ്ടി വന്നാല്
പിന്നെ അതോടെ തീരുമല്ല. അച്ഛാ, നമ്മുടെ വീട്ടിലേക്ക് പോവാന്നേ. നിലയുടെ വീട് തീരെ ചെറുതാണ്. നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാച്ചാ? ടാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സമാധാനായിട്ടിരിക്കെ. ഇന്ന് നമ്മൾ നിലയുടെ വീട്ടിലേക്ക് പോകും. കുറച്ച് സമയം അവിടെ ജോളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. അമ്മേ, വണ്ടിയിലോട്ട് കയറ്. നിലമോളെ വാ. നില കയറ്. നിനക്ക് എപ്പോഴൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരണം തോന്നുന്നോ അപ്പോഴൊന്നും നീ ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. ഉടനെ നീ എനിക്ക് ഫോൺ ചെയ്യ്. ഞാൻ വന്ന് നിന്നെ കാറിൽ പിക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ? ഓക്കേ അങ്കിൾ. എനിക്കും അതുപോലെ അവിടെ വന്ന് കളിക്കാൻ ഒത്തിരി ഇഷ്ടം അങ്കിൾ. എന്താടാ തുറച്ചു നോക്കുന്നത്? ചുമ്മാ ടൈം പാസ് നോക്കിയതാ. ഓഹോ, നില, എനിക്ക് മാത്രം നീ എൻ്റെ വീട്ടിലേക്ക് വന്നതിൽ വലിയ സന്തോഷമൊന്നുമില്ല. കവിൻ്റെ അച്ഛമ്മ, മുത്തശ്ശി, മുത്തച്ഛൻ, പ്രീതി, പിന്നെ ഗോവിന്ദൻ അങ്കിളിന്, അങ്ങനെ എല്ലാവർക്കും നീ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കവിന് നിന്റെ ഫ്രണ്ടായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ രണ്ടുപേർക്കും പിന്നീട് എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് കളിച്ചു നടക്കാം. എന്നാൽ എക്സാം സമയം അടുക്കുമ്പോൾ രണ്ടുപേരും പഠിക്കാൻ തുടങ്ങണം. എന്താ? ശരി അങ്കിൾ. അമ്മേ, എന്തു പറ്റി? എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത്. അതൊന്നുമില്ല മോനെ. കാറിൽ അങ്ങനെ യാത്ര ചെയ്ത് വലിയ ശീലമൊന്നുമില്ലേ. ഇത് പുതിയ കാറും കൂടിയല്ലേ, അതുകൊണ്ടാ എന്തോ ഒരു വല്ലായ്മ പോലെ. വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മയെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തോ ഭയങ്കര ആലോചനയിലിരിക്കുന്ന പോലെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല മോനെ. നമുക്ക് വീട്ടിൽ പോവാം. ശരി. അങ്കിൾ, ഓ, അങ്കിളിന് എങ്ങനെ കൃത്യമായിട്ട് എന്നെ വീട്ടിലേക്കുള്ള വഴി അറിയാ? ഞാൻ അഡ്രസ് പോലും പറഞ്ഞില്ലല്ലോ. എന്റെ മുത്തശ്ശിയോട് പോലും ഞങ്ങളുടെ വീട് എവിടെയാന്ന് ചോദിച്ചതേ ഇല്ലല്ലോ.